ഇത് 5 ലിറ്റർ ഉണ്ടല്ലോ വരുന്നു. 5 ലിറ്റർ ഉണ്ട്. ഇതിപ്പോ നമ്മ പതച്ചു മറിയില്ലേ, അതെല്ലാം ഇതിൽ തന്നെ ഇങ്ങനെ വരുന്നു. അമ്മ നമ്മളെ മെയിൻ സാധനം ഉണ്ട് കേട്ടോടാ. ഇതുകൊണ്ട് ഇതുകൊണ്ട് ഇത് നല്ല രസമുണ്ട് കാണാൻ. ഹായ് ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉണ്ണിയപ്പം എല്ലാം ചുട്ട് എല്ലാം റെഡിയായി. ഞാനും അതിക്കുട്ടനും കൊണ്ടു കൊടുക്കാൻ പോയി. തിരിച്ച് വരുന്ന വഴിക്കാന്ന്. ഒന്ന് നമ്മളെ വീട്ടിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ്, ഒന്ന് അങ്ങ് മാത്തിലാണ്. അവിടെ കൊടുത്ത് തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ വടശ്ശേരി ഇതാ നല്ല അടിപൊളി വ്യൂ കണ്ടത്തിൽ ഞാറെല്ലാം നട്ട് നല്ല രസമില്ല കാണാൻ, മൊത്തം പച്ചപ്പായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മളെ വ്ളോഗ് ഇടുന്നത് തുടങ്ങാമെന്ന്. അപ്പോൾ വീട്ടിൽ അമ്മയും അമ്മമ്മയെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വയ്യാന്ന്. അതിക്കൂട്ടാ ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു കൂട്ടാ. നല്ല സ്ഥലം എന്ന് വെച്ചാൽ നല്ല രസമുണ്ട് കാണാൻ. വണ്ടിയുടെ ഇടക്കിടക്കേ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷം കാണാം. പോവാ. ഇപ്പൊ കാറിൽ പോകുന്നുണ്ടായിട്ടേ അവര് നമ്മളോട് ഹായ് ആക്കി, നമ്മളെ വീഡിയോ കാണുന്നവരാന്ന് തോന്നുന്നുണ്ട്. പോവാന്നാല് വാ. നല്ല ഫോട്ടോ എടുക്കാൻ നോക്കി വണ്ടി റോഡ് മേല്. എന്നാ രണ്ടാളും കൂടി തകൃതിയായ പണിയിലാന്നല്ല. മൊത്തം പൂസ് കയറിയാ അന്ന് അടിച്ചു കൊടുക്കുന്നമ്മ. പൂസുവിനെ കൊല്ലണ്ടേ അല്ലേ മരുന്ന്. എല്ലാം ഇലയെല്ലാം പൂസ് ഇതാക്കുന്നുണ്ട് കേട്ടാ. കുറ്റിച്ചിറങ്ങ മുളച്ചാ അടിക്കുന്നാലും ശരിയില്ല. മേക്കേക്കല്ലാന്ന് അടിക്കുന്നത്. അന്ന് മറ്റേ വളമെല്ലാം ഒഴിച്ചെടുത്തിട്ട് കോഴി വളമെല്ലാം ഒഴിച്ചെടുത്തിട്ട് പിടിക്കാൻ തുടങ്ങി. അപ്പൊ ഇലയെല്ലാം കളയലായി. ഈ മഞ്ഞിനെ ആ പൂസ് വന്നിട്ട് ഇങ്ങനെ കൊട്ടാളം കൂട്ടും. മഞ്ഞല്ലേ. ചായ കുടിച്ചോ? ചായ കുടിച്ചു. നീ കുടിച്ചിട്ടേ? ഞാൻ കുടിക്കണത്രേ. പോലായാ വൈകുന്നേരം പോയാതി. ചോറെല്ലാം കഴിച്ചിട്ട് വൈകുന്നേരം പോവാ. മൊത്തം പച്ച തന്നെയല്ല അമ്മ. കുപ്പായ മാത്രല്ലേ? അല്ല, മൊത്തം ബാക്ക്ഗ്രൗണ്ടും പച്ച തന്നെ. ഇല കത്തിച്ച വെണ്ണീരാമ. ഇലയെല്ലാം പ്രാണി തിന്നു. കരിമണ്ണ് വരുന്നു. കരിമണ്ണ് ബാ പിടിക്കണ. കത്തിയാളെല്ലാം ദിനത്തിന് ഒന്നുങ്ങായിട്ട് കാട് വയ്ക്കാനുണ്ടാവുമല്ലോ നമുക്ക്. അപ്പൊ ഞാൻ ദോശക്ക് പൊതിർത്ത് വെച്ചിനത്ര പലഹാരം അല്ല കാരപ്പം കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ട് ചൂടായി വിചാരിച്ചിട്ട്. ചായ എടുക്കുന്ന സമയത്ത് ചോറ് കഴിക്കും. ഞങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് സമയമൊന്നുമില്ല. അമ്മയെല്ലാം പക്ക സമയത്ത് ചെയ്യും. ഞാൻ പോന്നു കേട്ടാ അമ്മ. ഞാൻ പോയിട്ട് ദോശയെല്ലാം ആക്കിട്ട് എന്നിട്ട് വരാം. അപ്പൊ അമ്മമ്മ പോലായി. അപ്പെല്ലാം ചുട്ട് കഴിഞ്ഞ് വെള്ളം കൊണ്ടു കൊടുത്ത് അമ്മമ്മ പോലായി. അപ്പം കൊടുത്ത് ഇറച്ചി കൊടുത്ത് ഞാൻ പോലായി. ചോറെല്ലാം കഴിച്ചിട്ട് പോയാതി വരട്ടെ. കുടുംബശ്രീക്ക് പോകണം. എന്നാ പിന്നെ ഇനി വരുമ്പം കാണാം. അപ്പൊ അനിയടെ കാത്തക്കുന്നുണ്ട് കേട്ടോ. അനിയടെ പയ്യന്നൂരേക്ക് പോകുന്നുണ്ട്. അപ്പൊ അമ്മമ്മേനാടെ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ ബൈ. നോക്കണം അമ്മ. നേരങ്ങും വീട് നേരങ്ങിയ അനിയണ്ണ വണ്ടിയുടെ അടുത്തെത്തു. വീട് നേരങ്ങിയ വണ്ടിയുടെ അടുത്തെത്തു. നോക്കിപ്പോ മെല്ലെ. ഒരു കിൻഡലുണ്ടല്ലോ. മുമ്പെല്ലാം കൊറേ കുരുമുളക് ഉണ്ടായതാന്നേ. ഇപ്പൊ ഒന്നുമില്ല. കുരുമുളകും ഇല്ല, തേങ്ങയും ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഉണങ്ങിപ്പോയല്ലേ. അപ്പൊ നമുക്ക് പോണ്ടേ?
അമ്മക്ക് നല്ല പർച്ചേസിങ് ക്രിസ്മസ് സ്പെഷ്യൽ പർച്ചേസിങ് ഉണ്ട് എന്നുള്ള പറഞ്ഞില്ല അമ്മ. ഇന്ന് ഞായറാഴ്ച തുറക്കുപ്പാ ഞായറാഴ്ച ഇപ്പം ക്രിസ്മസ് എല്ലാം ആവാനായില്ല. എല്ലാവരും ഞായറാഴ്ചയെല്ലാം ലീവ് ഉണ്ടാവില്ല. അപ്പോൾ ഷോപ്പൊന്നും തുറക്കാണ്ടിരിക്കൂല. എന്നാൽ പിന്നെ ഞാൻ വേറെ റെഡി ആയിട്ട് വരട്ടെ. ഓക്കെ അമ്മ. സാരി മൊത്തത്തിൽ ഒഴിവാക്കിയല്ലേ? നല്ല സുഖമല്ലേ എടുത്തിട്ട് അപ്പൊ നമ്മ റെഡി ആയിട്ടുണ്ട്. കല്യാണത്തിലും പോകും. അപ്പം നമ്മൾ റെഡി ആയിട്ടാ. ഒരാളാടുന്ന് വരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പരീക്ഷ നാളാ. അതുകൊണ്ട് ഞാൻ അമ്മയും മാത്രമേ പോകുന്നില്ലൂ. അപ്പം വേഗം നമുക്ക് പോവാം. ഹെൽമെറ്റ് ഇടാൻ പാടുപെടുന്ന അമ്മ. അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ആ സാധനം ആ ക്ലിപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി. ആ ഇപ്പൊ കുറച്ചും കൂടി ഇങ്ങോട്ടാക്ക്. ആ ഒരു ഗ്യാപ്പിലേക്ക് കയറ്റമ്മേ. ആ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റ്. അങ്ങനെയല്ല പഠിക്കല്. കയറ്റ്. ആ കയറ്റ്. കുറച്ചും കൂടി. ഓക്കെ. ആയി ആയി. ഇനി ഊരുമ്പോ അത് ഇതാ വലിക്കണ്ടു. അതിങ്ങനെ വലിച്ചിട്ട് ഊരണം. അപ്പൊ നമ്മ പയ്യന്നൂര് നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിലേക്കാ വന്നിട്ടില്ല കേട്ടാ. അമ്മ എന്നാ എടുക്കുന്നത് ഇതുവരെ പറഞ്ഞിട്ടാ. എന്നാലാന്ന് എടുക്കണ്ട്. മുടിയെല്ലാം ലൂസായി ഹെൽമെറ്റ് വെച്ചിട്ട്. അത് വൃത്തിക്ക് കെട്ടിക്കോ. ക്ലിപ്പ് ഇടിച്ചേ അയച്ചിട്ട് ഒന്നും കൂടി ഇട്ടോ. ഇവിടെ ചെവിയുടെ അടുത്തെല്ലാം ലൂസായിട്ടുണ്ട്. അമ്മ ഏതുകൊണ്ട് വാഷിംഗ് മെഷീൻ എടുക്കാനാ വന്നിന് കേട്ടാ. സാംസങ്ങിൻ്റെ ഇത് 7 kg വരുന്നു. ഫുൾ ഓട്ടോമാറ്റിക് കടയിലുണ്ട് അമ്മ. ഫുൾ ഓട്ടോമാറ്റിക് വേണ്ട വരുമ്പേ വിചാരിച്ചിന്. സെമി മതിയല്ലേ? ഏത് ഈ കളർ വേണോ അല്ല ഈ കളർ വേണോ? ഇതെടുക്കാല്ലേ അമ്മ? എനിക്കൊന്ന് കുക്കർ അത്യാവശ്യമായിട്ട് വേണം. എല്ലാവരും പറയുന്നുണ്ട് അലുമിനിയത്തിൻ്റെ കുക്കറിൽ ചെയ്തുവിടാൻ സ്റ്റീലിൻ്റെ വാങ്ങണമെന്ന്. ഇത് 5 ലിറ്ററിൻ്റെ അല്ലേ വരുന്നത്? 5 ലിറ്ററിൻ്റെ. ഇതിപ്പോൾ നമ്മൾ പതച്ച് മറിയില്ലേ അതെല്ലാം ഇതിൽ തന്നെ ഇങ്ങനെ വരുന്നു. ബട്ടർഫ്ലൈൻ്റെ. പിന്നെ വേറെ ഇതുണ്ട്. ഇതെടുത്താലോ? സ്പൂണിടലുണ്ട് ചിലവർ. സ്പൂണെല്ലാം ഇത് ഭയങ്കര വലിയ വലിപ്പായിപ്പോയി. ഞാൻ ഇങ്ങനെ കണ്ടരം കാണിച്ചു തന്നേല്. പിന്നെ നല്ല ഇതെല്ലാം ഉണ്ട്. ഇന്നർ ലഡ് വരുന്നുണ്ട് അമ്മ. പക്ഷെ ഇത് എനിക്ക് അടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ അടക്കാൻ തന്നെ കുറേ സമയം എടുക്കും. എനിക്ക് നല്ല ഇഷ്ടമായി ഈ കളറ്. ഡ്രസ്സില്ലേ കളറ് പോവും അതിൻ്റെ. അതെ അല്ലേ? ഇതെങ്ങനെയുണ്ടാ? നല്ല സ്റ്റേജിൻ്റെ ആയിരുന്നു. 4 ലിറ്റർ. നല്ല ഇങ്ങനെ പരന്ന ടൈപ്പ്. ഇതിൽ ഉരുളിയെല്ലാം മൊലിയില്ലേ? നല്ല രസമുണ്ട് കാണാൻ. അങ്ങനത്തെ എടുക്കാല്ലേ? എനിക്ക് ഇഷ്ടമായി. നമ്മളെ മെയിൻ സാധനം ഉണ്ട് കേട്ടോടാ. പക്ഷെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആണ്. ചെറിയ കുഴിയും. ചെറിയ കുഴിയും. ഇത് ചുട്ടാ കിട്ടുവാ ഉണ്ണിയപ്പം പെർഫെക്റ്റ് ആയിട്ട്? കിട്ടുമോ? നമ്മ ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ അറിയില്ല കേട്ടാ. മറ്റേ നമ്മളെ കാരയിൽ തന്നെ ചുടും. ഓടിൻ്റെ വെയിറ്റ് ഉണ്ട്. ഗ്യാസിലൊക്കെ ഗ്യാസിൽ വെക്കാൻ പറ്റും തോന്നുന്നു. നമ്മ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായതുകൊണ്ട്. മറ്റേ ചെയ്യുമ്പോൾ ഇങ്ങനെ ആടി കളിക്കൂലേ, അതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനത്തെ ഒരു ടൈപ്പ് വന്നിന്. നിങ്ങൾക്ക് എന്താ വേണ്ട വേറെ? ദോശ ഇടുന്നു. ഫ്രൈ പാൻ ഇല്ലേ? ഇല്ല അല്ലേ വീട്ടില്? നമുക്ക് ഉഴുന്നിൻ്റെ ദോശയെല്ലാം ചൂടാൻ വേണ്ടിയിട്ട് നല്ലതല്ലേ?
ഇത് നല്ല നോൾട്ടൻ്റെ ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല. വേഗം കോട്ടിംഗ് ഒന്നും അങ്ങനെ പോകില്ല. ചപ്പാത്തി ഉണ്ടാക്കാൻ തോന്നുന്നു. ചപ്പാത്തി ആക്കിയാൽ ഭയങ്കര ഓവർ ഹീറ്റ് വേണ്ടേ, നല്ലോണം ചൂടാവണ്ടേ ചപ്പാത്തിക്ക്. അപ്പം പിന്നെ ദോശ ചൂടാൻ കിട്ടൂല അറിയില്ല. ചപ്പാത്തിയും ചൂടായില്ല, ചപ്പാത്തിയും ചൂടാ ദോശയാക്കാം. ഉഴുന്നിൻ്റെ ദോശയെല്ലാം ആക്കിയാണല്ലോ നല്ല വലുപ്പത്തിൽ മസാല ദോശയാക്കാം അമ്മ. അമ്മ നെയ്ച്ചോറെല്ലാം വെക്കാൻ അതിൻ്റെ വലിയ പാത്രം ഉണ്ടല്ലോ. പിന്നെ കോംബോ ഓഫറിൽ വരുന്നുണ്ട്, ഈ 3 എണ്ണം വരുന്നുണ്ട്. ഇതിന് 2000 സംതിങ് പറഞ്ഞ കുറച്ച് അത്യാവശ്യം നെയ്ച്ചോറിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലേ. പിന്നെ വേറെ നോൾട്ടേൻ്റെ വരുന്നുണ്ട് 3 എണ്ണം. ഇതുപോലത്തെ അല്ലേ, ഇതൊന്ന് 1400 വരുന്നല്ലേ. ഇതല്ലേ വേണ്ടമ്മ, ഇതാകുമ്പോൾ അത്യാവശ്യം നെയ്ച്ചോറെല്ലാം വെക്കാമെന്ന് അമ്മ പറയുന്നത്. പിന്നെ അമ്മ ഒരു ദോശയെല്ലാം ചുടുന്ന ഒരു പാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ ആ പാൻ ഈലും വരുന്നുണ്ട്. 3 എണ്ണം കോംബോ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നല്ലത് തോന്നിയതാ പാൻ. അപ്പോൾ മറ്റേ നേരത്തെ എടുത്തത് വേണ്ട പറഞ്ഞിട്ടുണ്ട്, ഇത് 3ഉം എടുക്കുക. അതിൻ്റെ ഫ്രഷ് പീസ് അവർ പൊളിച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അമ്മ അത്യാവശ്യം എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി തരണം കേട്ടോ. പിന്നെ എത്ര വരുന്നു? 2000 സംതിങ് വരുന്നുണ്ട്. അപ്പം അമ്മ നമ്മ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ നാഷണലിൽ നിന്ന്. അപ്പോൾ വാഷിംഗ് മെഷീൻ നാളെ ഡെലിവറി ചെയ്യലൂ. പിന്നെ നമ്മ ഒരു കോംബോ ഓയിലില്ലേ ഇങ്ങനത്തെ നെയ്ച്ചോറാക്കുന്നതും പിന്നെ ഈ ദോശയെല്ലാം ചുടുന്നതും പിന്നെ ഇങ്ങനെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്യാൻ പറ്റിയത് കോംബോ ഓഫറിലുണ്ടായിന്. ഇപ്പോൾ ക്രിസ്മസ് അല്ലേ, അപ്പോൾ അത് ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് കുക്കർ കിട്ടിയിട്ടാ. കുക്കർ എനിക്ക് നല്ല ഇഷ്ടമായിന്, പക്ഷേ അതിൻ്റെ ഫ്രഷ് പീസ് ഇല്ല, അത് ഡിസ്പ്ലേക്ക് വെച്ചാണ്. അതുകൊണ്ട് അത് നമുക്ക് പോകുന്നതിക്ക് വേറെ ഇടുന്നെങ്കിൽ വാങ്ങാം. മൈജിയിലായിട്ടൊന്ന് കയറി നോക്കാം. അപ്പം നമ്മ മൈജിയിലെത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ അമ്മയോട് പറഞ്ഞില്ലേ നമുക്ക് മൈജിയിൽ വരാം അമ്മ. ലാസ്റ്റ് മൈജിയിൽ തന്നെ എത്തിയല്ലേ. സെക്കൻഡ് ഫ്ലോറിൽ. ആ കുക്കറോ. അപ്പോൾ ഇത് കോംബോ ഓഫറിൽ വരുന്നതാണ് കേട്ടോ. 3000 വരുന്നൊരു 99 ഈ 3 എണ്ണത്തിന്. 5 ലിറ്റർ 3 ലിറ്റർ 2 ലിറ്റർ അല്ലേ. ഇത് 2 ലിറ്ററും 3 ലിറ്ററും 2000 വരുന്നൊരു 49 രൂപ. ഇത് വേണ്ടാമോ? എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞ് നല്ല ഇഷ്ടമാണ്. ഇതിനും മൂടി അങ്ങനെ, ഇത് മൂടി അങ്ങനെ ഗ്ലാസിൻ്റെ അല്ലേ. പഞ്ചസാരയിൽ ഇട്ടോക്കാം. പഞ്ചസാര മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഇട്ട് വിടാന്നല്ല പറയുന്നത്. എയർ ടൈറ്റിലെല്ലാം ഉണ്ടമ്മ. അത് ഊരിയെടുക്കാൻ ഭയങ്കര പണി. അത് ചെറുതുണ്ട്. ഇതുണ്ടോ? ഇതുണ്ട്. ഇത് നല്ല രസമുണ്ട് കാണാൻ. അത് കാണുമ്പോൾ വിചാരിക്കുന്ന മറ്റേത് വേണം, മറ്റേത് കാണുമ്പോൾ വിചാരിക്കും ഇത് വേണം. തുറക്കാൻ കുറച്ച് എയർ ടൈറ്റിലാണ്. ഇതും ഇഷ്ടമായി. ഇതിൽ പഞ്ചസാര ഇട്ടൊക്കെ ഉപ്പിന് ഓൾറെഡി മറ്റേ ഇതില്ലേ ഭരണി. ഉണ്ട് ഉണ്ട്. അപ്പോൾ കുക്കർ ഇന്നെടുത്തു. പിന്നെ പുളിയെന്നാണ് എടുത്തിട്ടുണ്ട് അയാളെ. അപ്പോൾ നമ്മൾ എടുത്ത് പോലായിട്ടാ. ജില്ലയ്ക്കെല്ലാം തായലാണ്. അപ്പോൾ സാധനം കിട്ടിയില്ലേ? പോവാ. അപ്പോൾ നമ്മ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. നമ്മളെ കുട്ടി ഷോപ്പിംഗ് എല്ലാം കാര്യമായിട്ട് വാഷിംഗ് മെഷീൻ മേടിക്കാൻ വേണ്ടിയിട്ടാ പോയിന് അമ്മക്ക്. വീട്ടിൽ നമുക്ക് മുന്നേ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അമ്മക്ക് ഉണ്ടായില്ല. അപ്പോൾ അമ്മക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങി. അപ്പോൾ അത് നാളെ അവർ ഡെലിവറി ചെയ്യുള്ളൂ. അപ്പോൾ എന്താ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം വിഷു എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ എല്ലാം ഓഫറും കാര്യങ്ങളിലും ഉണ്ടായിന്. അപ്പോൾ എൻ്റെ കുക്കർ വെച്ചാൽ അലുമിനിയത്തിൻ്റെ കുക്കറാണ്. അത് നമുക്ക് കുടിവിടലിൻ്റെ സമയത്ത് കിട്ടിയതാണ്. അപ്പോൾ എപ്പോഴും കമൻസ് എനിക്ക് വരുന്നത് വെച്ചാൽ അലുമിനിയത്തിൻ്റെ കുക്കർ ഒഴിവാക്ക് എന്ന് അധികം കമൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സ്റ്റീലിൻ്റെ കുക്കർ വാങ്ങാന്ന്. അപ്പം കോംബോ ഓഫർ ഉണ്ടായിന്. അപ്പോൾ 2 എണ്ണം വരുന്നത് ഇതാ 3 ലിറ്ററിൻ്റെയും 2 ലിറ്ററിൻ്റെ എല്ലാം വരുന്നു
അതാന്ന് വാങ്ങിയിട്ടില്ലേ. രണ്ടിനും കൂടി ഒരേ മൂടിയാണ്. അപ്പം അതിൽ നമുക്ക് പൊളിച്ചിട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ കോംബോ ഓഫർ ഉണ്ടായിനി. ബിരിയാണി വെക്കുന്ന ഇതും പിന്നെ ചപ്പാത്തിയും ഇതെല്ലാം ആക്കുന്ന ദോശ ചൂടാൻ പറ്റിയ പിന്നെ ഇതാ ഫ്രൈ എല്ലാം ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ അതും ഉണ്ട്. അപ്പം ലോകൂട്ടൻ ഞാൻ പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനാണ് അൺബോക്സ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇതാ ഇത്രപ്പര ഭാഗം മാത്രമേ നമ്മൾക്ക് പറയാനില്ല അവകാശിച്ചു, ബാക്കി ഓരാ ചെയ്യല്. അപ്പൊ ലോകൂട്ടാ വാ അൺബോക്സ് ചെയ്യും. ഞാൻ ചെയ്യട്ടെ. അപ്പൊ നമ്മളെ ലോകൂട്ടനാണ് അൺബോക്സ് ചെയ്യുന്നത്. നമുക്ക് കത്തി കൂട്ടുന്നില്ല. നമ്മ നേരത്തെ പോയതാന്ന് ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടാ. വരുമ്പം ഉള്ളിവടയും ബോണ്ടിയും വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയിനി അത് എയിലേ പോയിനൊന്നും അറിയില്ല. എന്തേ ഇപ്പം കഴിച്ചത് പിന്നെന്ന് വിശന്നുകൊണ്ട് ലോകൂട്ടൻ ചോറ് കഴിച്ചിട്ടേ ദോശ എന്തിന് ലോകൂട്ടനെ നമ്മളെ പരം വരാൻ വേണ്ടി കിഞ്ഞിനെ പരീക്ഷ ആവണ്ട കൂട്ടൻ നോൾട്ടേന്റെ ഇത് 3 കൂടി 1000 സംതിങ് വരുന്നില്ലൂ കേട്ടാ. അപ്പൊ ക്രിസ്മസ് ഓഫറും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ വാങ്ങിയാൽ നമുക്ക് കുറെ പൈസ ലാഭിച്ചിട്ട് കിട്ടും. അതുകൊണ്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരിൽ ഈ സമയത്ത് പോയി വാങ്ങിയാൽ നമുക്ക് നല്ലോണം പൈസ ലാഭിക്കാം. അപ്പൊ അമ്മ ഇനിയില് ചപ്പാത്തിയും ദോശയെല്ലാം ആക്കി തകർക്കും. ഉഴുന്ന് ദോശ അങ്ങനത്തെ എല്ലാം ആക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ അതിലെന്നെ വരുന്നത് അടുത്തതെന്ന് ഫ്രൈ എല്ലാം ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ. അമ്മ കൊടുക്ക്. ഇത് നോട്ട ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ ആള്. അടുത്തതാണ് നമ്മുടെ മെയിൻ ആള്. ആരാണ് ഗസ് ചെയ്യാൻ പറ്റുമോ? ബിരിയാണി. നമുക്ക് ആദ്യം എൻ്റെ അമ്മമ്മയോട് നെയ്ച്ചോറോ ബിരിയാണിയോ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പറയാ നമ്മളെ പുതിയ പാത്രം. അല്ലാണ്ട് ഇത് തുടർന്നാലും പറയാം. ഫസ്റ്റ് അടപ്പാണ്. അത് 3 എണ്ണത്തിനും കൂടിയായി കേട്ടാ അടപ്പമ്മ. 3 എണ്ണത്തിനും ഉപയോഗിക്കാം. ഓ എല്ലാത്തിനും കറക്റ്റ് തന്നെ. അതിനും കറക്റ്റ് തന്നെ. അതിന് ഇങ്ങനെ ജസ്റ്റ് നമ്മ ആംപ്ലേറ്റ് എല്ലാം ആക്കുമ്പോ അതിന് ജസ്റ്റ് ഇങ്ങനെ പൊത്തി വെക്കാം മേലെ. ഇതേ സാധനം ബ്ലാക്ക് വീട്ടിലുണ്ടായിന് മുന്നേ നമ്മളെ കുടികൂടലിന് കിട്ടിയതമ്മ അതിലെ പോയി. അവരടുത്ത് പറയുന്നുണ്ടായിന് ചൂടോടെ മറ്റേ ഇതിട്ടിട്ട് കഴുകാൻ പാടില്ല. ഇങ്ങനെ നമ്മളിപ്പം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് തണ്ണിട്ടാകുമ്പോ കഴുകാൻ പറ്റും. ചൂടോടെ മറ്റേ ആ വരക്കുന്നത് ഇട്ടിട്ട് വരച്ച് കഴുകുക. അല്ലെങ്കിൽ ആ സ്പോഞ്ച് ഇട്ടിട്ട് വരക്കാൻ പാടുള്ളൂ. മറ്റേ സ്ക്രബ്ബർ ഇട്ടിട്ട് വരച്ചാല് പോകുന്ന നോക്കുന്ന കണക്ക് തന്നെ എല്ലാ സാധനം നിക്കല്. അതിന്റെ മൂടി വാങ്ങിക്കാൻ ഗ്ലാസിന്റെ. ആ ഇനി നമ്മളെ കുക്കർ ഓ പൂച്ച പേടിച്ചിട്ട് ഓടി പറിക്കുന്ന ചെടിച്ച്. അതാണ് നമ്മൾ അത്ര പതുക്കൊന്നല്ല. അത് കളയണ്ട മോനെ, ചിലപ്പോ വാറന്റി ഉണ്ടാവും. അതിലെടുത്തോ വെച്ചേ. കുക്കറ് ചായപാത്രം ഒന്നല്ല, അതിയുടെ പോയത്. അത് ഇത്ര നേരം ഉണ്ടായിന്. ആ ചായ കുടിക്കുന്നവരെ ഉണ്ടായിന്. അത് സ്റ്റീലിന്റെ കുഞ്ഞു കുക്കർ പോനു. രാവിലെ ചെറിയ കറിയെല്ലാം കുറച്ചിട്ടെല്ലാം വേഗം ആക്കാം. ഉള്ളി റോസ്റ്റ് ഇലയിലിട്ടിട്ട് നല്ല ഇച്ചിരി. അതിന്റെ മൂടിയാന്ന് മോനെ അത്. രണ്ടിനും മൂടി ഒന്ന് തന്നെ, രണ്ടിനായിട്ട് കോമൺ. അത് കാർബോർഡ് മൂടിയെല്ലാം പിന്നെ കാണിക്ക. മറ്റേത് എടുക്കറാ. വീഡിയോ ഒരുപാട് ലെങ്ത് ആവും നീ ഇങ്ങനെ കളിച്ചാല്. ഇത് 3 ലിറ്ററിന്റെ. ഇതിന്റെ തന്നെ 5 ലിറ്ററും 3 ലിറ്ററും 2 ലിറ്ററും ഇതും ഇല്ലതും ഉണ്ടായിന്. അതിന് 2 മൂടി വരുന്നുണ്ട്. 5 ലിറ്ററിന്റെ ഒരു മൂടി വരുന്നുണ്ട്. പിന്നെ ഈ 2 ലിറ്ററിന്റെയും 3 ലിറ്ററിന്റെയും കൂടിയിട്ട് ഒറ്റ മൂടി അല്ലേ. അത് ഞാൻ എടുക്കാന്ന് വിചാരിച്ചേ. അപ്പൊ മൂടികൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂടിക്ക് ഓടേണ്ടി വരും. അമ്മ പറഞ്ഞു അതെടുത്തിട്ട് വലിയ കുക്കർ ഞാൻ എടുക്കാം, ബാക്കി 2 എണ്ണം ഇത് നീ എടുത്തോന്ന് പറഞ്ഞു. പക്ഷെ മൂടി ഇതാ നിങ്ങൾ എടുക്കാറിഞ്ഞിന്. അപ്പൊ ഈന് 2നും ഓരോരോ മൂടിയായില്ലോ.
അല്ല വലുതുണ്ട്. വലുതൊന്നുണ്ട്. എന്നിട്ട് ചെറുത് ഈ രണ്ടെണ്ണത്തിൽ ഈ ചെറുത് നിങ്ങൾ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടെണ്ണത്തിനും കൂടി കോമൺ ആയിട്ട് ഒരു മൂടി വരും. അപ്പൊ മൂടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിരുന്നത് ഇംബെക്സിന്റെ ആണ് കേട്ടോ വരുന്നത്. ബട്ടർഫ്ലൈൻ്റെ ഉണ്ട്, പക്ഷെ അതിൽ ഓഫർ വരുന്നില്ല. ഇംബെക്സിന്റെ ഓഫർ വരുന്നത്. പിന്നെ ഇതാ ഗ്ലാസ് ജാർ ഗ്രോക്കറി ഐറ്റംസ് വാങ്ങിന്. പഞ്ചസാര ഇതെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിട്ട്. നീ പൊട്ടിക്കാണ്ടെന്നാ മതി. ആ പൊട്ടിച്ചൂടാ. പക്ഷെ ഞാൻ ഇതാ ഈ ഒരു കളറിലാണ് വലുത്, ഈ ചെറുത് ഇതിന്റെ വലുതെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷെ അവര് തന്നത് മാറിപ്പോയിനല്ലോ മാറിപ്പോയി. രണ്ടും ആ വുഡൻ മൂടിയില്ലാന്ന് വലുത് തന്നിന്. കുഞ്ഞിക്കൊടു കുഞ്ഞിക്കൊടു ലോകുനാകുമ്പോ കുഞ്ഞിക്കുടു എന്നാ വിളിക്കല് കേട്ടോ. അതേപോലെ കുഞ്ഞിക്കുടു. ഇതാ ഈ ഒരു സാധനമില്ല, ഈ ചെറിയ ഈൻ്റെ തന്നെ വലുതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി. ഇതേ കളർ മൂടിയില്ലേ, അതാ അങ്ങനത്തെ വലിയ ഭരണി ഇതേ സെയിം മൂടിയില്ലേ. അപ്പോൾ ഒന്നിൽ ചായപ്പൊടി ഇട്ടൊക്കെ ഒന്നിൽ പഞ്ചസാര ഇട്ടൊക്കെ അങ്ങനെയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ആ വലുത് തന്നത് രണ്ടും ഉടൻ മൂടിയില്ലതായിപ്പോയി. അവർ തന്നത് മാറിപ്പോയിട്ടാ. അതുകൊണ്ട് ഇത് രണ്ട് ഞാൻ എടുക്കാം. ആ വലുത് രണ്ട് നിങ്ങൾ എടുത്തോ. ലോഗു ഇപ്പന്നെ പൊട്ടിക്കുവാ. ആ ലൈറ്റ് കളർ ഇല്ലമേ, അതിൻ്റെ തന്നെ വലുതെങ്കിൽ നല്ല രസം ഉണ്ടാവട്ടീനും. ഒന്നില് പഞ്ചസാര ഒന്നില് ചായപ്പൊടി. അതെ, എന്നാലും ആ ഒരു ലുക്ക് ഫുഡ് എന്നാ പിന്നെ അങ്ങനെ ആക്കിയാലോ. എന്നാ അങ്ങനെ മാറിപ്പോയതായിരിക്കുക, ചിലപ്പോ മൂടി മാറിപ്പോയതായിരിക്കുക. എന്നാ മറ്റേത് അത് ആ വുഡൻ മൂടി അതിനാവോ നോക്കിയ മോനെ, അത് അതിനാവോക്കെ. ആ എന്നാ പിന്നെ പെർഫെക്റ്റ്. ഓക്കെ ഓക്കെ ലോകൂട്ട, താങ്ക് യുട മുത്ത. ലോകൂട്ട മൂടിയെല്ലാം തിരിച്ചിട്ട് ആക്കിയോണ്ട് ഇപ്പൊ നല്ലേ. എല്ലാം മൂടിയും താങ്ക് യുട മുത്തേ. ആ ഇതന്നെ ഇട്, ഒന്ന് ചെറുതിനും ഒന്ന് വലുതിനോട്. എന്റെ ആ ഇത് റൗണ്ട് ഓക്കെ ആണല്ലേ. അയ്യോ ലോകൂട്ടനെ കൊണ്ട് എനിക്ക് നല്ലതായി. തിരിച്ചും മറിച്ചും ഇട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇപ്പൊ പെർഫെക്റ്റ്. ഓക്കെ ഈട്ടാ, താങ്ക് യു. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഷോപ്പിംഗ് എല്ലാം കുറേ നാളായിട്ട് അമ്മ വിചാരിക്കുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഒന്ന് വാങ്ങണമെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ ഓഫറെല്ലാം ഉണ്ടായതുകൊണ്ട് കുറച്ച് വീട്ടിലേക്കുള്ള അത്യാവശ്യമില്ല കുറച്ച് സാധനം വാങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.